എടാ ചേർക്ക, ഇങ്ങനെ ആഡംബര സാധനങ്ങൾ വാങ്ങി കാശ് കളയുമ്പോഴേ അവനോട് ഒരു കാര്യം ഓർക്കാൻ പറയണം. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ണിമോന്റെ അധ്വാനം കൂടിയാണെന്ന്. അവൻ ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലെന്ന് വിചാരിച്ച് നടന്നതാ. ഇപ്പോ കാഴ്ചക്ക് കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടി. അവളാണെങ്കിലോ ഏത് നിമിഷവും ചാടിപ്പോകുന്ന രീതി നിൽക്കുക. അതുകൊണ്ട് അവളെ തളച്ചിടാൻ വേണ്ടിട്ട് അവളുടെ അമ്മയെ കയറെടുക്കുക. അതാണ് സത്യം. അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ അങ്ങോട്ടല്ലേ സഹായം ചെയ്യേണ്ടത്? ഇവിടെ ഒരുത്തൻ കല്യാണത്തിന് മുമ്പേ തന്നെ ഇങ്ങോട്ട് ഓരോന്ന് കൊണ്ടൊന്ന് തള്ളി കൊടുക്കുകയല്ലേ. ഇവിടെ ആരും ഒന്നും കൊണ്ടുതരാൻ പറഞ്ഞിട്ടില്ല. എനിക്കിതുപോലൊരു മൊബൈലിന്റെ ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാ. ഇവനേതാണ്ടോ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പോയി കൊടുക്ക്. ഇനി നീ നിരപരാധി ക്ഷമയൊന്നും വേണ്ട. ഏതായാലും നിന്റെ മോക്കിനി കമലേശ്വരത്ത് അധികം ആയസൊന്നുമില്ല. അത് അവള് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. പോയി ഇവന് വേണ്ടത് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. അവന്റെ ഒരു മൊബൈല്. എന്താ തന്റെ പേര്? ഗണേശൻ. കമലേശ്വരൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മാനേജരാ. കമലേശ്വരൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മാനേജറോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഇതുപോലെ എന്തെങ്കിലും കണ്ണം തന്നു വിടുമ്പോ അത് ഉണ്ണിയോട് പറയണം. അവനും കൂടെ സമ്മതിച്ചാലേ ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. കമ്പനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കണ്ണൻ സാറാ. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തീരുമാനിക്കണ്ട. കമലേശ്വരത്തെ ആൺമക്കൾ ഒന്നല്ല രണ്ടാ. മൂത്തവൻ അവനാണെന്ന് കരുതി അതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കണ്ട. ഇന്നലെ വരെ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്തവനോട് ആ വീട്ടിലുള്ളവർക്ക് ഒരു സഹതാപം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ ഇപ്പോഴേ അവനൊരു സഹായത്തിന് ഒരുത്തി ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഉണ്ണിയുടെയും കണ്ണന്റെയും കല്യാണം കഴിച്ചതുകൊണ്ട് ഇനി പഴയ രീതി ഒന്നും വേണ്ടതാ ഞാൻ പറഞ്ഞത്. അയ്യോ, അത് സാറ് കണ്ണൻ സാറിനോടും ഉണ്ണി സാറിനോടും പറയുന്നതായിരിക്കും നല്ലത്. നിന്നോട് പറഞ്ഞാലെന്താ? നീ എവിടെ നിന്നേ? നീ ഇത് പോയി പറയില്ലേ? അതോ അത് പറയാൻ നേരത്തെ നിന്റെ വായിക്കാത്ത ആരെങ്കിലും തുണി കുത്തി കയറ്റുവോ? കമലേശ്വരത്തെ ജോലിക്കാർക്ക് പോലും അനുസരണയില്ല. അങ്ങനെയാക്കി മാറ്റി കണ്ണമൊയലാളി. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അമ്മേ, അല്ലാതെ എവിടെ പോവാനാ? മോളെ, അവനൊരു തളർച്ചയുണ്ട്. ആ തളർച്ച ഒരു ആക്സിഡന്റിലൂടെ സംഭവിച്ചതാണെന്ന് മോൾക്കറിയാലോ. അതോടെ അച്ഛനും പോയി. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും അവനെ വഴക്ക് പറയാറില്ല, ഒന്നിനും വിമർശിക്കാറുമില്ല, ഒരു കാര്യത്തിനും അവനെ വേദനിപ്പിക്കാറുമില്ലായിരുന്നു. അതുകൊണ്ട് കണ്ണേട്ടൻ ആരെയും വേദനിപ്പിക്കല്ലേ? ഈ വീട്ടിലെ മൂത്ത ആളായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കണ്ണേട്ടന്റെ താഴെ നിൽക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാ, ഈ വീട്ടിലെ മരുമകളാ. എന്നെക്കാളും താഴെ നിന്ന് ഒരുത്തി എനിക്ക് മുകളിൽ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടുത്തു നിന്ന്. ഓ, സ്വർണം കൊണ്ട് തന്നില്ല, അപ്പോഴേക്കും കഴുത്തിലിട്ടോണ്ട് വന്നിരിക്കോ ബാക്കിയുള്ളവരെ കാണിക്കാൻ. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി കഴുത്തിലിട്ടതല്ല. കണ്ണേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞു ഈ ആഭരണം കഴുത്തിലിട്ട് കാണണമെന്ന്. എന്നാ പിന്നെ പുറത്തിറങ്ങി റോഡിലൂടെ നടക്കടി. അയൽക്കാരും റോഡിലൂടെ പോകുന്നവരും കാണട്ടെ നിന്റെ കഴുത്തിലെ തിളക്കം. കണ്ണേട്ടന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, ഞാനതുകൊണ്ടേ കൊടുക്കട്ടെ. എത്ര പെട്ടെന്ന് അവള് കണ്ണേട്ടനെ മാറ്റിയെടുത്ത്. പേരുദോഷം കേൾപ്പിച്ചിട്ടും അതൊന്നും കണ്ണേട്ടൻ കാര്യമാക്കി എടുത്തിട്ടുമില്ല. അവൻ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മോളെ. മോളെ, ആര് തെറ്റ് ചെയ്താലും അതൊന്നും സഹിക്കാത്ത കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇവളുടെ കാര്യത്തിൽ മാത്രം അവൻ എന്തുകൊണ്ടാ അവന്റെ സ്വഭാവം മാറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. അതെ, അയാളുടെ മട്ടും ഭാവവും കണ്ട ഈ സ്വത്തും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ അയാളുടെ മാത്രം പേരിലാണെന്ന് തോന്നുമല്ലോ അമ്മേ. അയ്യോ മോളെ,
അത് പോകെ പോകെ എല്ലാം ശരിയാവും. മോളൊന്ന് സമാധാനപ്പെട്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. ഞാൻ മാത്രമല്ല, എന്റെ ഭർത്താവായ ഉണ്ണിയേട്ടനും അയാൾക്ക് മുകളിൽ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ നിൽക്കുമെന്ന് കരുതിയിട്ടാ എന്റെ അച്ഛനും മുത്തശ്ശിയും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇതിപ്പോ അവക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് ഈ വീട്ടിൽ കിട്ടുന്നില്ല. എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും കണ്ണേട്ടനൊരു വലിയ പോരായ്മ ഉണ്ടല്ലോ എടുത്തി. ആ പോരായ്മ ചെറുതൊന്നും അല്ലല്ലോ. അങ്ങനെ എടുത്ത് സമാധാനിക്ക്. ഒറ്റ ദിവസം കൊണ്ട് എന്റെ മോനെ കറക്കി എടുത്തല്ലേ? എന്തടി ഒന്നും മിണ്ടാത്തെ? നിന്റെ വീട്ടില് കരുണമോളുടെ താഴെയായിരുന്നല്ലോ നീ നിന്നിരുന്നത്. പിന്നെ കരുണമോളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നീ എന്തിനടി അവനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ചെയ്യിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അമ്മേ. ഞാൻ പോലും അറിയാതെയാ കണ്ണേട്ടൻ ഈ നെക്ലേസ് വാങ്ങിക്കൊണ്ടുവന്നത്. നീ എന്തൊക്കെയോ ദുർമന്ത്രവാദം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ മാറില്ല. എന്നാലും നീ ഒരുത്തനെ വീട്ടിനകത്ത് വിളിച്ച് കേറ്റില്ലേ? അതുപോലും എത്ര പെട്ടെന്ന് അവൻ മറന്നത്. ആ സംഭവത്തിൽ ഞാൻ നിരപരാധിയാ. അത് കണ്ണേട്ടന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആരടി ഒരുത്തനെ ഈ വീട്ടിനകത്തോട്ട് വിളിച്ച് കേറ്റിയത്? അവളല്ലെങ്കിലേ അവളുടെ അമ്മയായിരിക്കും കിടപ്പുമുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നുവെച്ചാ ഇവളുടെ അമ്മയുടെ അറിവോടെ ആയിരിക്കും അവൻ വന്നത്. ദേ, എന്നെ എന്ത് വേണേലും പറഞ്ഞു മഞ്ജു, പക്ഷെ എന്റെ അമ്മയൊന്നും പറയരുത്. നിന്റെ അമ്മയെ തന്നെയാ പറയേണ്ടത്. അവൾ ഒറ്റ ഒരുത്തിയാ നിന്നെ നശിപ്പിച്ചതെന്ന് നിന്റെ അച്ഛനും മുത്തശ്ശിയും കരുണമോളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയൊരു പാവ. ആർക്കും ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം എന്റെ അമ്മ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ ചെയ്തല്ലോ. നിന്നെ പോലെ സ്വഭാവദൂഷ്യമുള്ള ഒരുത്തിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ. കണ്ണേട്ടനെല്ലാം ക്ഷമിച്ചു എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ സ്വന്തം ഭാര്യയെ പറഞ്ഞു വിടണ്ടെന്ന് കരുതിയിട്ടായിരിക്കും കണ്ണേട്ടൻ ചിലപ്പോ നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. പക്ഷെ അധികം വൈകാതെ അതേ കണ്ണേട്ടൻ തന്നെ നിങ്ങളോട് പറയും, നിങ്ങളെ ഇല്ലാതാക്കിയ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് തന്നെ നിങ്ങൾ പോയി ജീവിക്കാൻ. അങ്ങനെ പറയുമ്പോ ഞാൻ സന്തോഷത്തോടെ പൊക്കോളാം. അവൾക്കൊരു കൂസലില്ലല്ലോ മോളെ. എങ്ങനെ കൂസലുണ്ടാവാനാ? അതുപോലെയല്ലേ തെറ്റ് ചെയ്തവളെ ഇവിടെ ഒരാൾ താലോലിക്കുന്നെ. ജ്യൂസ് അടിച്ചോ? ദാ. ഇനി ഐശ്വര്യമായിട്ട് നല്ലൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം അമ്മയ്ക്ക്. അതിന് അമ്മയുടെ കയ്യില് ചെറിയ ഫോണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ, അതിനു മുമ്പ് വിളിയെത്തി. എടുക്ക്. അമ്മ എന്തിനാ മോളെ കണ്ണൻ ഇങ്ങനെ വെറുതെ പൈസ കളയുന്നത്? എന്താ അമ്മ? എനിക്ക് ഈ വലിയ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് തന്നെ മതി എനിക്ക്. അത്യാവശ്യം ആരെങ്കിലും വിളിച്ചാ മതിയല്ലോ. അതിനിപ്പോ എന്താ അമ്മ സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് കണ്ണൻ മോളോട് പറഞ്ഞില്ലേ? വലിയൊരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തു വിട്ടിരിക്കുക കണ്ണൻ. മോളുടെ അച്ഛന് പോലും അത്രയും നല്ലൊരു ഫോണില്ല. ഓഹോ,
അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്നോട് പറഞ്ഞില്ല കേട്ടോ. കള്ളക്കണ്ണൻ അടുത്തിരിപ്പുണ്ട്. മോൾക്ക് വേണ്ടി ഒരുപാട് പണം കളയുന്നുണ്ട് കണ്ണൻ. അതിന്റെ കൂടെ എന്നെയും കൂടെ സഹായിക്കണ്ടെന്ന് മോനോട് പറയണം. ഇതൊക്കെ ഒരു സന്തോഷല്ലേ അമ്മേ? അമ്മയുടെ കയ്യില് ചെറിയ ഫോണാണെന്ന് ഞാനാ പറഞ്ഞത്. അതെന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയേണ്ട ഒരു കാരണം ഉണ്ടായി. എന്തായാലും ഞാൻ അമ്മയെ ഉടനെ വിളിക്കാട്ടോ. അമ്മയ്ക്ക് ആ ഫോൺ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി മോളെ. കൊള്ളാം കേട്ടോ. അമ്മയ്ക്ക് പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് എന്നോട് പറഞ്ഞില്ലല്ലേ? ഇന്നത്തെ കാലത്ത് നല്ല ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ മഹി? എന്റെ അമ്മായിമ്മയെന്ന് പറയുമ്പോ അതെന്റെ അമ്മ തന്നെയാ. അങ്ങനെയുള്ളപ്പോ ആ അന്തസ്സിൽ തന്നെ വേണം തന്റെ അമ്മ ജീവിക്കാൻ. ഒന്ന് സുന്ദരിയായിട്ടുന്നേ, ഞാൻ തന്നെ ഒന്ന് ക്യാമറ പകർന്ന. അത് വേണോ കണ്ണേട്ടാ? വേണം. മൂത്ത മോളുടെ നല്ലൊരു ജീവിതം കൊതിച്ചിട്ട് മോൾക്ക് കിട്ടിയത് ഒരിക്കലും ആ അമ്മ സങ്കല്പിക്കാത്ത ഒരാളെയാ. സഹതാപം കൊണ്ട് താൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എങ്കിലും തന്റെ അമ്മയുടെ കണ്ണീര് ഇതുവരെ തോർന്നിട്ടില്ല. അതെനിക്ക് മനസ്സിലാവും. അവിടെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആ അമ്മയ്ക്ക് കൊടുത്തേ പറ്റൂ. ഒന്ന് റെഡിയായിരുന്നേ. എല്ലാം നീ വരുത്തി വെച്ചതല്ലടാ മണ്ട. അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരുത്തരെ കിട്ടിക്കഴിഞ്ഞ മൂത്തവളുടെ ജീവിതം അതോടെ തീരുമെന്നായിരുന്നു നിന്റെ വിചാരം. പക്ഷെ അവക്കിപ്പോ ഇവിടത്തെക്കാളും സുഖമാണെന്നാ തോന്നുന്നത്. എന്നാലും അവൾ ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടും അവനത് കാര്യമാക്കിയില്ലല്ലോ അമ്മേ. കാര്യമാക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ, അവൾ അവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നാലേ പിന്നെ ആരെങ്കിലും ഒരു പെണ്ണു കൊടുക്കുവോ? കോടികൾ കൊണ്ട് കോട്ടുവായിട്ടോണ്ടിരിക്കാനേ അവന് പറ്റൂ. അല്ലാതെ കുടുംബത്തിൽ പിറന്നതും പിറക്കാത്തതുമായ ഒരു പെങ്കൊച്ചും അവനെ പോലെ ഒരുത്തരെ കെട്ടിയവനാക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് മൊബൈല് മാത്രല്ല, മോൾക്ക് സ്വർണവും വാങ്ങിക്കൊടുത്ത് കണ്ണൻ. ദേ കണ്ടോ? ദാ ഇങ്ങോട്ട് നോക്കിയേ. ദാ നോക്ക്. അവളൊരു മൊബൈലും പുതിയ മൊബൈലാ. അതുകൊണ്ടാ ഞാൻ എറിഞ്ഞു പൊട്ടിക്കാത്തത്. അതും അവൻ വാങ്ങിച്ചു തന്നോണ്ട് മാത്രം. അല്ലെങ്കിലേ ഇങ്ങനൊരു ഫോട്ടോയും കൊണ്ട് പൂത്തുലഞ്ഞ മനസ്സുമായിട്ട് വന്നാലേ നിന്റെ ഈ മൊബൈലുണ്ടല്ലോ അത് ഞാൻ താഴെയിട്ട് ചവിട്ടി 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 പൊടിച്ചേ. ഇതൊക്കെ എന്തൊക്കെയാണ് പ്രതാപ ഈ കാണുന്നത്? ഈ കല്യാണത്തോടെ എന്റെ മോളുടെ ജീവിതം തീർന്നു. എങ്കിലും ഒരാശ്വാസമുണ്ട്. എന്റെ മോള് തെറ്റായ വഴിയിലൂടെ നടക്കുന്നവളല്ലെന്ന് കണ്ണന് മനസ്സിലായി. അതുകൊണ്ട് ആ മോനെ ഈ രീതിയിൽ പ്രതികരിച്ചത്. പൊടി കേറിപ്പൊടി. അവൻ എന്തുകൊണ്ട് അവളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ അവളുടെ അവന്റെ മഹത്വമൊന്നും ഇവിടെ വിളമ്പണ്ട. കേറിപ്പോടി. ഇനി ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കാം. പോ. എടാ പ്രതാപ, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. വിളിക്കവനെ. ഉണ്ണിയെ വിളിക്കാൻ. ഉണ്ണിയെ വിളിക്കണ്ടേ, മോളെ വിളിക്കാം.
അച്ഛാ ആ മോളെ, മോളുടെ അമ്മയ്ക്ക് അവിടുന്ന് ഒരുത്തൻ വില കൂടിയ ഒരു ഫോൺ കൊടുത്തയച്ചായിരുന്നു. ആ മൊബൈല് കൊടുത്തയച്ച എന്തിനാണെന്നറിയോ? വില കൂടിയ സ്വർണ്ണമിട്ട് അവളുടെ മോള് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ. കണ്ടു. ഫോട്ടോയിലൂടെ അല്ല, നേരിട്ട് കണ്ടു. അവള് 10-15 പവന്റെ ഒരു നെക്ലേസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അത് കണ്ട് ഞാൻ മാത്രമല്ല, ഈ വീടിനകത്തുള്ളവരെല്ലാവരും ഞെട്ടിയിരിക്കുക. ആ ദേ, ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട്. അച്ഛന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇനി ഉണ്ണിയേട്ടനോട് പറ. ആ കൊടു. ദാ അച്ഛനാ. മോനെ, എടാ, ഞാൻ എന്റെ മൂത്ത മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ അവളെ മഹാറാണിയാക്കാനല്ല, അവളുടെ ഭർത്താവിനോടൊപ്പം എന്റെ മോളുടെ കാര്യങ്ങൾ കൂടി നോക്കാനാ. ഇതിപ്പം അവളത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് വില വരുന്ന സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് എന്റെ മോളെയും ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നു. ആ മാലയുടെ ഫോട്ടോ അവൻ അങ്ങ് അയച്ചു തന്നു. ആ ആറിനെ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ അയച്ചു തന്നു. ഇതെന്താ പോലെ അവിടൊക്കെ നടക്കുന്നത്? കുറച്ചു മുമ്പ് വില കൂടിയ ഒരു മൊബൈല് കണ്ണൻ അവന്റെ മാനേജറുടെ കയ്യില് മോഹിനിക്ക് കൊടുത്തു വിട്ടു. അതിന്റെ പിന്നാലെയാ ആ മൊബൈലിലേക്ക് ഈ ഫോട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെ നിനക്കൂടെ അവകാശപ്പെട്ടതല്ലേ? പിന്നെ അവനെങ്ങനെയാ ഒറ്റയ്ക്ക് ഈ തീരുമാനമൊക്കെ എടുക്കുന്നത്? അത് ചോദിക്കാനും പറയാനും നിന്റെ അമ്മ എവിടെ ഇല്ലേ ഉണ്ണി? അത് പിന്നെ ചേട്ടന് വയ്യാത്തോണ്ടേ ആരും അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്താലും അതിനെയൊന്നും എതിർക്കാറില്ല. ഓ അത് ശരി. അപ്പോ അവിടുത്തെ തറവാട് സ്വത്തുക്കളൊക്കെ വിറ്റ് കളഞ്ഞിരുന്നാലും ആരും ഒന്നും ചോദിക്കത്തില്ല അല്ലേ? ഇങ്ങോട്ട് വന്ന്. അതെ ഉണ്ണിമോനെ, ഇന്നലെ വരെ പോയ പോലെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കണ്ണനെ നീ വിലക്കണം. നിന്നോട് ചോദിക്കാതെ ഒരു തരി സ്വർണമോ പണമോ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് നീ തറപ്പിച്ച് പറയണം മോനെ. ഒരു വീടാകുമ്പോ അവിടുത്തെ സമ്പത്തല്ല മക്കൾക്ക് തുല്യ അവകാശ. അത് മോൻ മറക്കരുത് കേട്ടോ. ശരി മുത്തശ്ശി, ഞാൻ എന്താന്ന് വെച്ചാ വേണ്ടത് ചെയ്തോളാം. പ്രതാപം പറഞ്ഞ കേട്ടല്ലോ. ഇവിടത്തെ തമ്പുരാട്ടി ഞങ്ങളുടെ കരണമോളായിരുന്നു. അതങ്ങനെ തന്നെ നിലനിൽക്കണം. മറ്റവള് അവളുടെ ദാസിയായാ മതി. അവിടുന്ന് മേലോട്ട് പോവണ്ട. ശരി മോനെ. കലക്കി. എന്റെ വീട്ടിൽ വെച്ചേ എന്റെ നേരെ നോക്കിയൊന്ന് സംസാരിക്കാൻ പോലും ഭയമായിരുന്നു അവക്ക്. അങ്ങനെയുള്ളവളാ ഇപ്പൊ എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞത്. എന്നാലും ഇത് വല്ലാത്ത ശിക്ഷയായി പോയി. നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ അവർക്ക് സൗന്ദര്യമില്ലെന്നൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ കല്യാണത്തിന് വന്ന് എല്ലാരും പറഞ്ഞു കരുണയിടത്തേക്കാളും കാണാൻ ഭംഗിയുണ്ട് അവൾക്കെന്ന്. പക്ഷെ അവളുടെ മനസ്സിന് ഭംഗിയില്ലല്ലോ മോളെ. എന്തായാലും ശരി, അത്രയും സൗന്ദര്യമുള്ള ഒരുത്തിയെ കണ്ണേട്ടന് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. അത് കണ്ണേട്ടനും അറിയാം. അതുകൊണ്ട് കൈവിട്ട് പോകാതിരിക്കാൻ ഇതുപോലുള്ള സമ്മാനങ്ങള് ഇനിയും കണ്ണേട്ടൻ അവൾക്ക് കൊടുത്തുന്നിരിക്കും. അമ്മേ, കരുണയുടെ വീട്ടുകാർ എന്നെ കുറ്റപ്പെടുത്തുക. എന്നെ ഒരു കഴിവ് കെട്ടവനായിട്ടാ ഇപ്പൊ അവരെല്ലാം കാണുന്നേ. എടാ, നീ ഒരു കാര്യം ചെയ്യ്. ജ്വല്ലറിയിൽ പോയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയും എടുത്തോണ്ട് വാ. അത് കണ്ണേട്ടനെ അറിയാതെ എടുത്തോണ്ട് വരാൻ പറ്റുമോ? എടാ, അവന്റെ അനിയനല്ലേ നീ. സകല സ്ഥാപനങ്ങളും നീയും കൂടെ അല്ലേ നോക്കുന്നത്. നോട്ടല്ലേ ഉള്ളൂ, അല്ലാതെ അധികാരമൊന്നും ഇല്ലല്ലോ. അധികാരമില്ലെങ്കിലും ഇവിടെ കരുണയിടത്തിന് മുമ്പിൽ മാന്യമായ സ്ഥാനം കിട്ടണമെങ്കിൽ അമ്മ പറഞ്ഞത് ചെയ്തേ പറ്റൂ. ഏട്ടനൊരു പോരായ്മ ഉള്ളതുകൊണ്ട് എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ കൊച്ചാവട്ടെന്ന് കരുതി തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത്. എടാ, അതാ പറഞ്ഞത്. ആലോചിച്ച് നിൽക്കാതെ നീ സ്വർണ്ണക്കടയിലേക്ക് ചെല്ല്. കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന കൂട്ടത്തിലായാള്.
ആർക്കും അനാവശ്യമായിട്ട് ഒന്നും കൊടുക്കാറില്ല. എന്നിട്ട് പിന്നെ അവൾക്ക് കൊടുത്തതോ? അതും ലക്ഷങ്ങളുടെ മുതല്. എടാ, പെങ്ങളായ ഇവൾക്ക് പോലും ഇതുപോലുള്ള വില പിടിച്ച സമ്മാനങ്ങളൊന്നും അവൻ കൊടുത്തിട്ടില്ല. നീ ധൈര്യമായിട്ട് ചെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസിങ് എടുത്തോണ്ട് പോര്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കടാ. എടാ ചെല്ലാൻ. ശരിയമ്മേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.